Hey, hello, welcome back guys. So welcome back to Cross Borders. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മന്ത്സ് ഓഫ് ഇയർ ഇൻ ജർമൻ. അതായത് വർഷത്തിലെ മാസങ്ങൾ നമ്മൾ ജർമ്മൻ ലാംഗ്വേജിൽ പഠിക്കാൻ പോകണം, മാസങ്ങളുടെ പേര്. അപ്പൊ നമുക്ക് തുടങ്ങാം. ഇത് ഭയങ്കര സിമ്പിൾ ആണ്, ഭയങ്കര ഇംഗ്ലീഷിലുള്ള മാസങ്ങളുടെ പേരുമായിട്ട് ഭയങ്കര സിമിലർ ആണ്. അപ്പൊ നമുക്ക് പഠിക്കാൻ ഒട്ടും ബുദ്ധിമുട്ടുണ്ടാവില്ല. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഈസി ആയിട്ട് പഠിക്കാം. സോ ലെറ്റ് സ്റ്റാർട്ട്. ഫസ്റ്റ് വൺ, ജനുവരി. ഇറ്റ്സ് യാനുവാർ. യാനുവാർ എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ആൽഫബറ്റ്സ് പഠിച്ചപ്പോൾ പറഞ്ഞതാണ്, ജെനെ യാ എന്നാണ് നമ്മൾ, അല്ലെങ്കിൽ യോട്ട് യാ എന്നാണ് നമ്മൾ പറയുന്നതെന്ന്. സോ ഇറ്റ്സ് യാനുവാർ. എന്താണ് യാനുവാർ? ഇനി ഫെബ്രുവരി, ഫെബ്രുവാർ, ഫെബ്രുവാർ. അടുത്തത് മാർച്ച്, മാർച്ച്, മാർച്ച്. ഏപ്രിൽ, അപ്രിൽ, അപ്രിൽ. മെയ്, മൈ, മൈ. ജൂൺ, യൂണി, യൂണി. നേരത്തെ പറഞ്ഞ പോലെ ജെനെ നമ്മൾ യാ എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്, വൈ, യൂണി. ഇനി ജൂലൈ, യൂലി, യൂലി. ഓഗസ്റ്റ്, ഔഗുസ്റ്റ്, ഔഗുസ്റ്റ്. പ്രൊനൗൺസിയേഷൻ ആണ് ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. ഏകദേശം സ്പെല്ലിംഗ് ഒക്കെ ഏകദേശം സെയിം തന്നെയാണ്, പക്ഷെ പ്രൊനൗൺസിയേഷൻ ആണ് ഡിഫറെന്റ്. ഔഗുസ്റ്റ്. സെപ്റ്റംബർ, സെപ്റ്റംബർ, സെപ്റ്റംബർ. ഒക്ടോബർ, ഒക്ടോബർ, ഒക്ടോബർ. നവംബർ, നവംബർ, നവംബർ. ഡിസംബർ, ഡിസംബർ, ഡിസംബർ. സോ ഇറ്റ്സ് ഓൾമോസ്റ്റ് സെയിം. ഇത് ഏകദേശം എല്ലാം സെയിം തന്നെയാണ്. ചില മിക്ക വേർഡ്സിന്റെയും സ്പെല്ലിംഗ് വരെ സെയിം തന്നെയാണ്, ചെറിയ ചെറിയ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ഭയങ്കര സിമ്പിൾ അല്ലേ? എല്ലാം സിമിലർ ആണ്. നമുക്ക് ഒന്നുകൂടി പറഞ്ഞു നോക്കാം. ഒന്നുകൂടി പറഞ്ഞു നോക്കിയാലോ? സോ ലെറ്റ് സ്റ്റാർട്ട്. യാനുവാർ, ഫെബ്രുവാർ, മാർച്ച്, അപ്രിൽ, മൈ, യൂണി, യൂലി, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. So, see you guys in the next video. നിങ്ങൾക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും ടോപ്പിക്സ് നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് അറിയണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ചെയ്യുക. നമ്മൾ എന്തായാലും ആൻസർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇതുപോലൊരു ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള അടുത്ത വീഡിയോയിൽ കാണാം. See you guys in the next video. Bye bye.